ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായ ഒരു യാത്രയായിലാണ് ഞാൻ ബസ്സിലാണ്. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടവി ഇക്കോ ടൂറിസം. അപ്പം ഞങ്ങളുടെ പത്തനംതിട്ട നിന്നൊരു യാത്ര പോകുന്ന വഴിയാണ് കാണുന്ന കാഴ്ചകൾ. വനത്തിലൂടെയാണ് പോകുന്നത്. അതിമനോഹരമായ ഒരു സ്ഥലമാണ് അടവി ഇക്കോ ടൂറിസം. അവിടോട്ടാണ് പോകുന്നത്. ബസ്സിൽ ഇരുന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാൻ പോയ വണ്ടി ഇതാണ്. ഈ വണ്ടിയിലാണ് ഇന്ന് ഞാൻ പോയത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. എലിമുള്ള ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ രാവിലത്തെ കാപ്പി കുടിച്ചത്. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പേര് പുറത്ത് നിൽപ്പുണ്ട്. കുറച്ച് പേര് വണ്ടിയിൽ കയറി ഇനി പോകാനുള്ള അടുത്ത സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. തണ്ണിത്തോട് എലിമുള്ളെന്ന് പറയും. എലിമുള്ള എന്നുള്ള സ്ഥലമാണ് കാണുന്നത്. അവിടുന്ന് ഞങ്ങൾ അടവി ഇക്കോ ടൂറിസം, അവിടുത്തെ കുറച്ച് പേര് കൊട്ടവഞ്ചി കയറിയായിരുന്നു. ഞാൻ നേരത്തെ വന്നതായതുകൊണ്ട് ഈ വട്ടം കയറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങൾ കാണാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലാണ്. നമുക്ക് വനത്തിലെ കാഴ്ചകൾ കണ്ട് ചുറ്റും വനമാണ്. വായു വീഡിയോയിലേക്ക് തിരിച്ചു തരാനായിട്ട് ഗൈഡ് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. രണ്ട് സൈഡിലിരിക്കുന്ന ആളുകൾ പരമാവധി മൃഗങ്ങളെ നോക്കണം. ഞങ്ങൾ പുറകെ കാണും. പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. പറയുന്ന പോയിന്റുകൾ മാത്രമേ ഇറങ്ങാവുള്ളൂ. എല്ലാ സൈഡിലും ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കാണുന്ന ആദ്യം പറഞ്ഞല്ലോ, എല്ലാ മൃഗങ്ങളുള്ള ഏരിയയാണ്. നമുക്ക് ഇറങ്ങുന്ന സൈഡിൽ നിങ്ങൾ സ്പീഡായിട്ട് നമുക്ക് വരുമാനം നേരിടുന്നില്ല. നമുക്കൊരു താമസം വരുന്നതിനനുസരിച്ച് പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ വരുമാനം ഒന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് പോയിന്റുകളുണ്ട്. നമ്മുടെ പല സ്ഥലങ്ങളും നിങ്ങൾക്ക് തോന്നാം, എറണാകുളം തോന്നാം അപകടമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇറങ്ങാത്തത്. നമ്മുടെ കുഴപ്പമല്ല. തന്നിട്ടുള്ള പോയിന്റുകളെല്ലാം നിങ്ങൾ ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഡാമിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ഡാമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ അല്ലേ? ഹാപ്പിയായിട്ടിരിക്കുക. രണ്ട് സൈഡിലും ഇരിക്കുന്ന ആളുകൾ ഇച്ചിരി ഒതുങ്ങി.
ഡാമിലെ സൈഡിലെ കാഴ്ചകൾ കാണാൻ കുറച്ച് നേരം ഞങ്ങൾ വെളിയിലിറങ്ങിയിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഡാമിൻ്റെ സൈഡ് കാണാം. നല്ല രസമാണ്. സൈഡിലെല്ലാം പൂക്കളുണ്ട്, മലകളുണ്ട്. ഡാം കണ്ടോ, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ നമ്മൾ ഇറങ്ങി നിന്ന് കാണുമ്പോഴേ വളരെ ശ്രദ്ധയോടെ നിൽക്കണം. ഇവിടെ ഇഴജന്തുക്കളൊക്കെ ഉണ്ട്, അട്ടയുണ്ട്. ഒരാളെ കാലിൽ അട്ട കടിച്ചായിരുന്നു. അട്ടയുണ്ട്, പിന്നെ വിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ട്, പിന്നെ വന്യമൃഗ ഡാമിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് അടിപൊളി ഒരു യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു. ഡാമെല്ലാം കാണാൻ പറ്റി. ഇതാണ് ഗവിയിലെ ഡാം. ഗവി ഡാം ഇതാണ്. അതിൻ്റെ മുകളിൽ കൂടെ, ഡാമിൻ്റെ മുകളിൽ കൂടെ വിനോദസഞ്ചാരികൾ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ്. നല്ല രസമാണ് അവിടെ നിന്ന്. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ. പിന്നെ